നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ കാണുന്ന പകുതി പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകളാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഒഡീഷ FC ഇന്ത്യൻ താരമായ സാഹിൽ പൻവാർ ഒഡീഷ FC വേണ്ടി നിരവധി മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള യുവതാരമാണ് സാഹിൽ പൻവാർ. എന്തായാലും സാഹിൽ പൻവാറിനെ ഇപ്പോൾ ISL പ്രമുഖ ടീമായ മുംബൈ സിറ്റി FC സൈൻ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നെയാണ് കെലോന പുറത്തുവിട്ടത് കൊണ്ട് തന്നെ ഇത് 100% വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സാഹിൽ പൻവാറിനെ ഇനി മുംബൈ സിറ്റി FC ജേഴ്സിയിൽ കാണാൻ സാധിക്കുമെന്ന് കരുതാം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അതേപോലെ തന്നെ വീണ്ടും ഒരു വിദേശ സൈനിങ് കൺഫർമേഷൻ നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഒഫീഷ്യൽ വിദേശ സൈനിങ് തന്നെയാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ സ്പാനിഷ് അറ്റാക്കറായ എഡ്ഗർ മെൻഡസ് എന്ന് പറയുന്ന താരത്തിനാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ISL പ്രമുഖ ടീമായ ബാംഗ്ലൂർ FC തന്നെയാണ് എഡ്ഗർ മെൻഡസ് എന്ന് പറയുന്ന താരത്തിനെ സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ബാംഗ്ലൂർ FC ഈ കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ കാര്യം പുറത്തുവിട്ടത്. നമുക്കറിയാം ബാംഗ്ലൂർ FC 2-3 ദിവസങ്ങളിലായിട്ട് കൂടുതൽ വിദേശ സൈനിങ്ങും ഇന്ത്യൻ സൈനിങ്ങും ഇപ്പോൾ അടുപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത സീസണിലേക്കുള്ള മികച്ച പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബാംഗ്ലൂർ FCയും രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായ ഡിമിട്രിയോസ് ഡമന്റക്കോസിന് പകരക്കാരനെ കണ്ടെത്തിയെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതൽ ക്ലൂകളൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും സൈനിങ് നടത്തിയിട്ടുണ്ടെന്നും വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സൈനിങ് പ്രഖ്യാപിക്കുമെന്നുമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും മികച്ച രീതിയിലുള്ള മറ്റൊരു ISLൽ കളിക്കാത്ത താരത്തിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചതെന്നും സൈൻ ചെയ്തു വച്ചിരിക്കുന്നുവെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കാണാൻ സാധിക്കുമെന്ന് കരുതി വീഡിയോ നിർത്തുന്നു.